ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മറ്റൊരു നോമ്പ് ഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീച്ചത്, നോമ്പൊക്കെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് ക്ലാസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഉറക്കന്ത് ക്ഷീണം മാറ്റി. അങ്ങനെ എണീച്ച് വന്നപ്പോൾ ഇവിടെ ഒരാൾ വലിയ കളിയിലാണ്. അങ്ങനെ കണ്ടിരുന്നപ്പോൾ ആൾക്കിങ്ങനെ ഒപ്പം കളിക്കാനൊക്കെ കൂടണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഉടമ്പ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആളെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ സമയം എത്ര പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് അറിയില്ല. എപ്പോഴും ആളെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടാ. ഓള് കുറേ സംസാരിക്കാനൊക്കെ നോക്കലുണ്ട്. അപ്പം ഇനി ലേറ്റ് ആക്കാതെ നേരെ അടുക്കളയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അതിന് ശേഷം ഇങ്ങനെ ചെറുള്ളിയും അതുപോലെ തന്നെ ഇങ്ങനെ എഗ്ഗൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രെഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള എഗ്ഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഗീയിലും ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സാധാ നമ്മൾ വെജിറ്റബിൾ ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി സാമ്പാർ ഉണ്ടാക്കാമെന്നാണ്. ദിവസം ഈ ചിക്കനും ബീഫും മട്ടനൊക്കെ ആയിട്ട് എല്ലാ നോമ്പ് കാലത്തും എല്ലാവർക്കും നല്ല മടുപ്പ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എസ്കേപ്പ് ആവാൻ വിചാരിച്ചിട്ട് ഒന്ന് സാധാ ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ സാമ്പാറിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മാവ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് കൊക്കവടയാണ്. അപ്പോൾ നമ്മൾ കുറേ നന്നായിട്ട് ക്രഷ് ചെയ്ത വെജിറ്റബിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് അത് അങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കടിക്കണ രൂപത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ സാമ്പാറിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി കഴിയാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പൊക്കവട ഇങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോഴാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്. ഓയിലിലാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതിനുശേഷം ഞാനിങ്ങനെ അവിടെ ഫ്രൈ ചെയ്ത ബ്രെഡ് എടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ അത് വാങ്ങി കഴിക്കുമോയെന്നൊന്നും അറിയില്ല. പക്ഷേ ആൾ കഴിച്ച് 2 കടി കഴിച്ച് എനിക്ക് തന്നെ തിരിച്ച് തന്നു. ആൾക്ക് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ കൊടുക്കാനൊക്കെ നോക്കിയപ്പോൾ ആൾ പറ്റണില്ല, വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് സോപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ പൊക്കവട പൊരിച്ചത് അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എടുത്ത് കയ്യിലെടുത്തിട്ട് ഒന്ന് കടിച്ചിട്ട് വീണ്ടും ഒക്കെ തിരിച്ച് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്യാതെ കുറച്ച് ലേറ്റായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് പോകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലായിക്കണ്. അങ്ങനെ അത്താഴത്തിന് എന്തെങ്കിലും ഒരു സ്പൈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആകപ്പാട് അവിടെ ഉള്ളത് കയ്പ്പക്കയാണ്. അപ്പോൾ കയ്പ്പക്ക അച്ചാർ ഇടാൻ വിചാരിച്ചു. അങ്ങനെ അടി കട്ടുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിടുക. അതിന് ശേഷം ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ച് ഇടുക. കാരണം നമ്മൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ പച്ചമുളക് അതിനനുസരിച്ച് കുറക്കാൻ പറ്റും. അങ്ങനെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച പുളിയുടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ പുളിവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കയ്പ്പക്ക അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിങ്ങനെ വറ്റി വരുമ്പോൾ നമുക്ക് സാധനം റെഡിയാവും. നമുക്ക് അന്ന് തന്നെ കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും കഴിക്കാൻ പറ്റും. കാരണം ഓൾറെഡി അത് ചെറിയൊരു കയ്പ്പുണ്ടാവും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുറച്ച് കുറഞ്ഞു കിട്ടും. അവിടെ ഒരാൾ ഭയങ്കര ബിസിയാണ്, ആർക്കോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സിമ്മില്ലാത്ത ഫോണിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത്. എനിവേ ഓള് ഭയങ്കര ബിസിയിലാണ്. അപ്പോൾ ഓളെ കൂടെ ഇങ്ങനെ ഇരിക്കേനു. അങ്ങനെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഫോണിലെ യൂസൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒന്നാമത് നേരമില്ല. അപ്പോൾ അതിനുശേഷം ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പിയാനൊന്ന് പ്ലേ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു ക്രേവിങ് വന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഓൾറെഡി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് കഴിച്ചു.